നമ്മളൊരു കൂട്ടുകാരൻ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു. അടുത്ത അയൽവാസികൾ ദിവസം കാണുന്ന ആൾക്കാർ, അയാൾ എപ്പം രാവിലെ കിട്ടിയാൽ ചോദിക്കും സലാം കിട്ടുന്ന സലാം അലൈക്കും, അവർക്ക് സലാം പറയാമോ, അല്ല അവരടുത്ത് ഒരു പെരുമാറാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിരകരുടെ ആൾ എപ്പോഴും കാണ്ട ആൾ സലാം ചൊല്ല്, അയാളെ സലാം മടക്കമാണ്. ആൾ വിദേഹത്തുകാരനാണ്. ആദ്യമായി ഞങ്ങൾ മനസ്സിലാക്കണായത് ഈ വിദേഹത്തുകാർ ചെന്നെങ്കിൽ ആര് ലോകത്തുള്ള ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ ഈ ഒരുമിച്ച് കൂടി ഈ മുസ്ലിമീങ്ങൾ എല്ലാവരെയും ഈ മുസ്ലിമീങ്ങളെ എല്ലാവരെയും അങ്ങ് കാഫിറാണ് മുശ്രിക്കാണിട്ട് ഏത് സ്റ്റേജ് കിട്ടിയെങ്കും ഏത് മൈക്ക് കിട്ടിയെങ്കും ചെല്ലങ്ങാണ് പ്രസംഗിக்கிறങ്ങാണ്. അത് ഏതെങ്കിലും ഒന്നും രണ്ട് ആൾമാർ മാത്രമല്ല, എല്ലാ ആലിമീങ്ങളെയും എല്ലാ സയ്യിദന്മാരെയും. ഇപ്പോൾ ഇവിടെ ഈ ചോദ്യം കേട്ടാൽ അയാളെ ചോദ്യം അല്ല, അയാൾക്കാരൊരാൾ മെസ്സേജ് ആക്കിയാണ്. ആ മെസ്സേജ് ആക്കിയ ആൾ ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ആളുണ്ടായെങ്കിൽ അയാളെയും അയാൾ അബ്ബുമ്മയുടെയും ഞങ്ങൾ മഹാന്മാരായ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും മുജാഹിദ് ബാലുശ്ശേരി ചെല്ല ഒരു മൗലവിയുടെ പ്രസംഗ നിങ്ങൾ കേട്ടിട്ടിക്കുവാറ് 35 ലക്ഷം ആൾമാർ ഹജ്ജിക്ക് പോണ്ടാറുണ്ടായെങ്കിൽ അതിൽ 30 ലക്ഷം ആൾമാരും അങ്ങ് മുശ്രിക്കാണ്, അങ്ങ് കാഫിറാണ്. കാരണം അങ്ങല്ല മദീനത്തേക്ക് പോണ്ടാറ്. അപ്പോൾ മദീനത്തേക്ക് പോകണ്ടേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കരേ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ചെല്ലേ. ഈ ലോകത്തുള്ള കോടിക്കണക്കായ മുസ്ലിമീങ്ങ മുഴുവനും അങ്ങ് കാഫിറാണ്, അങ്ങ് മുശ്രിക്കാണ്, ചെല്ല വാദക്കാരാണ്, ഈ ചെല്ല ബിദ്അത്തുകാർ. അത് വെറുതെ ചെല്ലല്ല. ഇതാ മുസ്ലിമീങ്ങളെ ഒരു സ്വഭാവമാണ് മുഹീദ്ദീൻ ശേഖർ ബിലിക്കരെ ചെല്ലത്. അങ്ങനെ ബുക്കിൽ എഴുതി നോക്കൂ. ആകയാൽ മുഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. ഒരാൾ യാ ഗൗസി യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനിട്ട് ഒർക്ക വിളിച്ചെങ്കിൽ അവന് 4 വട്ടം കാഫിറാവിടാം. അപ്പോൾ ഒരു കുത്തുബിയത്ത് തീരുമ്പോൾ 4000 വട്ടം കാഫിറാവിടാണ്ട് ഇവിടുത്തെ എല്ലാ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കടെ ഒരു പ്രസ്ഥാനമാണ്, ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. ഞങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങളെ പേരെടുത്തിട്ടും പേരെടുക്കാണ്ടവും ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ എപ്പോഴും കാഫിറാക്കിയുടെ ഒരേ സ്വഭാവമാണ് ഇങ്ങൾക്കുള്ളത്. മാത്രമല്ല നോക്കൂ, വേറൊരു ബുക്കലങ്ങ് ചെല്ലേ. അതുകൊണ്ട് അവരെ നമുക്ക് പാർട്ട് ടൈം മുശ്രിക്കുകൾ എന്ന് വിളിക്കാമെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ ഭൂരിപക്ഷം ഏകദൈവവാദികളെയും അഥവാ ഇവിടുത്തെ ഏകദൈവം എന്ന് പറഞ്ഞാൽ ഏക ഇലാഹിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ ഫുൾ ടൈം മുശ്രിക്കുകൾ, ഇങ്ങ മക്കത്തെ മുശ്രിക്കുകൾ പോലും അങ്ങ് പാർട്ട് ടൈം മുശ്രിക്കുക മാത്രമാണ്. എന്നാൽ ഇന്ന് ലോകത്തുള്ള ഈ മുസ്ലിമീങ്ങൾ എല്ലാവരും ഫുൾ ടൈം മുശ്രിക്കിങ് ആയിട്ടിക്കട് എന്ന് നമ്മളെ മുസ്ലിമീങ്ങൾ എല്ലാവരെയും എപ്പോഴും കാഫിറാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. മാത്രമല്ല ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്നവർ ഇന്നുമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് KV മുസ്ലിയാർ പോലോത്തവർ ഇന്നുമുണ്ടല്ലോ. അവർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ ചെല്ല ഖുർആൻ ആയത്ത് ഓതിട്ട് വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ ചെല്ല ഖുർആന്റെ ആയത്ത് ഓതിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാരെയും EK അബൂബക്കർ മുസ്ലിയാർ, KV കൂറ്റനാട് മുസ്ലിയാർ പോലോത്തവർ ഇന്നുമുണ്ടല്ലോ. അവർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് മഹാന്മാരായ ആലിമീങ്ങളെ പേരെടുത്തിട്ട് അങ്ങനെ എല്ലാവരെയും മുശ്രിക്ക് കാഫിർ ചെല്ലെ സ്വഭാവമാണ് ഇങ്ങനെ എപ്പോഴും ആക്കേണ്ടുള്ളേ. ഈ തന്ന ഫയലുള്ളത് ഇതിലുള്ള മുഴുവനും ഇങ്ങനെ ഈ കാഫിറാക്കണം, ഈ മുശ്രിക്കാക്കൽ മാത്രമാണ്. അങ്ങനെ മഹാന്മാരായ ആലിമീങ്ങളെ, മഹാന്മാരായ സയ്യിദന്മാര്, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ
ലോകത്തെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഹദീസ് ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥം ഏത് കേട്ടെങ്കിൽ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച ഫത്ഹുൽ ബാരി. ബഹുമാനപ്പെട്ട ഒരു ഹാഫിദ് ചെന്നെങ്കിൽ ലക്ഷക്കണക്ക് ഹദീസ് മനപ്പാടമാക്കിയങ്ങാണ്. ആ ലക്ഷക്കണക്കായ ഹദീസ് മനപ്പാടമാക്കിയ ഹദീസ് പണ്ഡിതന്മാരും ആലിമീങ്ങളും ആ മുഹദ്ദിസീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽച്ചങ്ങാണ്, ബിലിക്കോ പടിപാട്ടിയങ്ങാണ്. അങ്ങനെ ബിലിക്കോ പടിപാട്ടിയെ എല്ലാവരും മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും എപ്പോഴും മുശ്രിക്കാക്കൊണ്ടിക്കിരെ, കാഫിറാക്കൊണ്ടിക്കിരെ ബിദ്അത്തിന്റെ അഹ്ലുകാർ. അത് മാത്രല്ല, അങ്ങു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടിയെ ആ യഥാർത്ഥ അള്ളാഹുവിടെ ആ യഥാർത്ഥ വിശ്വാസം അങ്കില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ഒരു യഥാർത്ഥ വിശ്വാസം അങ്കു ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കടെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ടുണ്ടും കാലുണ്ടുണ്ടും ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഉണ്ടുണ്ട് ചെന്നിട്ട് അവസാനം ഖിയാമത്ത് നാളാവുമ്പോ കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹുഹു, അല്ലാഹുടെ മുഖം മാത്രം ബാക്കിയാവുടു, ബാക്കിയെല്ലാം നശിച്ചു പോണ്ടുണ്ട് ചെല്ല് ദുഷിച്ച ആശയ പ്രചരിപ്പിക്കടെ ഈ ബിദ്അത്തുകാർ. മഹാന്മാരായ ഇമാമിങ്ങൾ എല്ലാവരും അവരുടെ കിതാബുകളിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ ഹുഫാദ് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള എല്ലാ ഇമാമിങ്ങൾ ചെന്നാറ് അത്തരം ആ ബിദ്അത്തുകാരുമായിട്ട് മുസ്ലിമീങ്ങകോ മുഅ്മിനീങ്ങകോ അങ്ങക്ക് ഈമാനികമായ ബന്ധം ഇല്ല, അങ്ങക്ക് ഇസ്ലാമികമായ ബന്ധം ഇല്ല. ലിഅന്നാ മഅ്മൂറൂന ബിമുഹാജറതിഹിം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണക്കാരുണ്ട് ചെല്ല് അല്ലാഹു തആലക്ക് കൈയുണ്ടുണ്ടും കാലുണ്ടുണ്ടും ഖിയാമത്ത് നാളാം അതെല്ലാം നശിച്ചു പോണ്ടു ചെല്ല്. ഈ ലോകത്തുള്ള ലക്ഷക്കണക്കായ കോടിക്കണക്കായ മുസ്ലിമീങ്ങളെ കാഫിറാക്കിടെ ഈ ബിദ്അത്തുകാരുമായിട്ട് മുസ്ലിമീങ്ങൾക്ക് ബന്ധമില്ല, മുഅ്മിനീങ്ങൾക്ക് ബന്ധമില്ല. അതുകൊണ്ട് അങ്ങും നങ്ങുമുള്ള മുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സലാം ചൊല്ലോ ചെന്ന് എന്തിനേക്കാണ് അപ്പറ ഇപ്പറോ മഹബത്ത് യാറാവുകയായിട്ടാണ്. അപ്പറ ഇപ്പറ മഹബത്ത് അപ്പറ ഇപ്പ നങ്ങു മഹബത്ത് യാറാവുകയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം ചൊല്ലുക പടിപാറ്റില്ലോ. ആ മഹബത്ത് ഇത്തരക്കാരായ ആളുകളോട് ഇല്ല. അതുകൊണ്ട് അങ്ങനെ കണ്ടെങ്കിൽ സലാം ചൊല്ലില്ല, അങ്ങ സലാം ചെന്നെങ്കിൽ മുസ്ലിമീങ്ങ മടക്കില്ല, അങ്ങനെ ജനാസക നങ്ങ പോണ്ടില്ല, ഞങ്ങളെ ജനാസക അങ്ങ് ബണ്ടോ ഇല്ല, അങ്ങനെ മങ്ങിലത്തേക്ക് നങ്ങ പോണ്ടില്ല. സന്തോഷകരമായ ഒരു അവസ്ഥ അങ്ങോട്ട് ഞങ്ങൾ പെരുമാറുക ഇല്ല. ഇത് ബഹുമാനപ്പെട്ട القطب الرباني والغوث السمداني السيد عبد القادر الجيلاني قدس الله تعالى سره العزيز തങ്ങളവരുടെ ഗുഞ്ഞത്ത് ചെല്ല കിതാബാണ്. ബഹുമാനപ്പെട്ടവർ കിതാബിൽ ചെല്ല് ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ എന്ന് ചെന്നിട്ട് വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദ്അഇ വലാ യുദാനിയഹും വലാ യുസല്ലിമു അലൈഹിം. ബിദ്അത്തുകാരെ കാണുമ്പോൾ സലാം ചൊല്ലുക ഇല്ല. لأن إمامنا أحمد بن حنبل رحمه الله قال നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ചെന്തല്ലേ 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാഠമാക്കിയ സയ്യിദന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെന്ത് നീ ഓർത്തക സലാം ചെന്നെങ്കിൽ നീ അവന്റെ പിർസ വയ്ക്കലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാക്കടെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ കാഫിറാക്കടെ, ബിദ്അത്തുകാരുമായിട്ട് നമുക്ക് ബന്ധമില്ല. അതുകൊണ്ട് അങ്ങ് സലാം ചെല്ലില്ല. ചെല്ലത് ഗൗസുൽ ആദം തങ്ങളുടെ കിതാബാണിത്. ഇത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മുസ്തസ്ഫൽ ചെന്നര് അൽ ഫർഖ് ബൈനൽ ഫിറഖൽ ചെന്നര് അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കിതാബുകളിലും മഹാന്മാരായ ഇമാമിങ്ങ ചെന്നറാറ്.